എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ഡിസംബർ 16 PSC ഒരു നോട്ടിഫിക്കേഷൻ, ഒന്നല്ല ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നു. അതിൽ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഈ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ നോട്ടിഫിക്കേഷൻ കൂടി ഉണ്ടായിരുന്നു അല്ലെ. 472/2024 എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി നമ്പറിൽ വന്ന നോട്ടിഫിക്കേഷൻ ആണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ. അപ്പോൾ സാധാരണയായിട്ട് പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്കും അതേപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ പരീക്ഷയ്ക്കും ഒരേ ക്വാളിഫിക്കേഷൻ ആണ്, +2 ആണ് യോഗ്യതയായിട്ട്, അടിസ്ഥാന യോഗ്യതയായിട്ട് വരുന്നത്. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഇതിന്റെ പ്രായപരിധിയുടെ കാര്യത്തിൽ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പുതുക്കിയ മാനദണ്ഡങ്ങളോട് കൂടിയിട്ട് അല്ലെങ്കിൽ പുതുക്കിയ രീതിയിലാണ് പോലീസ് ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അതിന്റെ പ്രായപരിധിയിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. 20-28 ആ ഒരു പ്രായപരിധിയിലാണ് പോലീസ് ഡ്രൈവർ പരീക്ഷയുടെ അപേക്ഷ കഴിഞ്ഞ പ്രാവശ്യം ക്ഷണിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഇതിന്റെയും ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോലീസ് ഡ്രൈവറിന്റെ അതേപോലെ ആക്കും. കാരണം രണ്ടിനും യോഗ്യത, അടിസ്ഥാന യോഗ്യത തുല്യമാണല്ലോ. അതുകൊണ്ട് തന്നെ പക്ഷെ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ 28 വയസ്സിനും 26 വയസ്സിനും ഇടയിൽ ഉള്ളവർക്ക് പരീക്ഷ എഴുതാം എന്ന് തന്നെയാണ്. അതായത് പ്രായപരിധിയിലെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അപ്പൊ കഴിഞ്ഞ 16 ഡിസംബർ 16 വന്ന നോട്ടിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജനുവരി 15 2025 ജനുവരി 15 മുൻപായിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. ഇതിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം, ഹെവി ലൈസൻസും അതുപോലെ ബാഡ്ജിനെ കുറിച്ചിട്ടും. അത് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക, വനിതകൾക്കും അതുപോലെ ഭിന്നശേഷിക്കാർക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല. കാറ്റഗറി നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം, 472/2024. അപ്പൊ നല്ലൊരു ഫോഴ്സിലൊക്കെ ജോലി ചെയ്യാൻ, അതായത് യൂണിഫോം പോസ്റ്റ് സ്വപ്നം കണ്ടു നിൽക്കുന്ന നിങ്ങൾക്കൊക്കെ പറ്റിയൊരു ജോബ് തന്നെയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ എന്ന് പറയുന്നത്. പോലീസ് ഡ്രൈവറും അതുപോലെ ഈ ഒരു പരീക്ഷ, കഴിഞ്ഞ പ്രാവശ്യം പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് കൃത്യമായിട്ട് പഠിക്കാനൊന്നും പറ്റിയില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ കാക്കി സ്വപ്നം കണ്ട് ഇരിക്കുന്നവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്കും നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. 18നും 26 വയസ്സിനും ഇടയിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സിലബസ് ആണ്. സിലബസ് അറിഞ്ഞു വേണം നമ്മൾ ഏതൊരു പരീക്ഷയ്ക്കും പഠിക്കാനായിട്ട്. എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല. ഇവിടെ നമുക്ക് നമ്മുടെ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ടാകും, ഡ്രൈവിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും, അതേപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് വേണം പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന അവസാന തീയതി എന്ന് പറയുന്നത് ജനുവരി 15 ആണ്. ഈ ജനുവരി 1 PSC ഇതിന്റെ ടെന്റേറ്റീവ് കലണ്ടർ 2025 ടെന്റേറ്റീവ് കലണ്ടർ പ്രസിദ്ധീകരിക്കും. അപ്പൊ നമുക്ക് ഏകദേശം അറിയാം ഏതു മാസമായിരിക്കും നമ്മുടെ ഈ ഒരു പരീക്ഷ എന്നുള്ളത്. പ്രിലിംസ് ഒന്നുമില്ല, നേരെ മെയിൻ എക്സാം ആണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. ഇതൊരു കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് വരാനൊന്നും ഇരിക്കണ്ട പഠിക്കാനായിട്ട് അല്ലെ. ഒരു 3 മാസം മുൻപ് നമുക്ക് ഏകദേശം കൺഫർമേഷൻ കൊടുക്കാനുള്ള ഒരു തീയതി വരും. അപ്പൊ അത്രയ്ക്കൊന്നും പോകണ്ട നമ്മൾ പഠിക്കാനായിട്ട്. കൃത്യമായിട്ട് ഇപ്പോഴേ പഠിച്ചു പോവുക. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലീസ് ഡ്രൈവറിന് ഇതേ സിലബസിൽ നടന്ന ഒരുപാട് പരീക്ഷകളുണ്ട്, അവയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുക, ഏകദേശ സിലബസ് നമ്മൾ മനസ്സിലാക്കി. പുതിയ പാറ്റേണുകളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം പുതിയ സിലബസിലൊക്കെ, പക്ഷേ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ചെറിയ മാറ്റങ്ങളെയൊക്കെ നമ്മൾ എന്തായാലും ഉൾക്കൊള്ളും. അപ്പൊ അതിനു മുൻപ് തന്നെ കൺഫേം ആയിട്ടുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ഡ്രൈവർ പരീക്ഷകൾക്ക് റാങ്ക് വാരിക്കൂട്ടിയ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഒരു പുതുവർഷമാണിത്, പുതിയ തുടക്കങ്ങൾ ഇവിടെ നിന്നും തന്നെ ആകട്ടെ. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള പഠനം തുടങ്ങാനുള്ള സമയമാണ്. ഒരു വെറുതെ സ്വപ്നം കണ്ടിരുന്നത് കൊണ്ടൊന്നും നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് പറ്റില്ല. അതിനായിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അതും കോൺസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കാതെ സ്ഥിരോത്സാഹത്തോടു കൂടി മുന്നോട്ട് പോകണം. ഈ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് സിലബസ് അറിഞ്ഞ് ഒരു ടൈം ടേബിൾ വെച്ച് തന്നെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവയുടെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. എപ്പോഴും നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് അറിയുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് പരീക്ഷയെ നേരിടുമ്പോൾ അത് വേറൊരു രീതിയിൽ തന്നെ വേണം. കാരണം നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നിന്നാണ് നമ്മൾ ഒരു ഉത്തരത്തിലേക്ക് എത്തേണ്ടത്.
4 ഓപ്ഷനിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ഉണ്ടാകുക. ആ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നല്ല അറിവുണ്ടായിരിക്കണം. ആ അറിവ് കൃത്യമായിട്ടുള്ളതും ആകണം. അപ്പൊ അതിനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ടുണ്ട്. ഒരു പാനൽ ഓഫ് ടീച്ചേഴ്സും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു സ്വപ്ന ജോലിയിലേക്ക് നമുക്ക് ഈ ഒരു പുതുവർഷത്തിൽ നടന്നു നീങ്ങാം CCയോടൊപ്പം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും ഒരു നല്ല പുതുവർഷമാകട്ടെ. നിങ്ങളുടെ സ്വപ്ന ജോലി നേടാനുള്ള ഒരു വർഷം കൂടി ആവട്ടെ 2025 എന്നുള്ളത് ആശംസിക്കുന്നു. മാത്രമല്ല, ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ.